Hi all, welcome to eTalks English classes. നമ്മുടെ ടോക്ക് മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാം, അതായത് ഫ്ലുവൻസി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ 9 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഫ്ലുവൻസി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലാണ് നമ്മൾ എന്നുള്ളത്. 1 മിനിറ്റ് ഇംഗ്ലീഷിലായിട്ടും സെൻറ്റൻസ് എ ഡേയിലുമായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അതിനെ ഒന്ന് നന്നായിട്ട് പറഞ്ഞ് പരിശീലിക്കാൻ വേണ്ടിയുള്ള ഒരു 9 ഘട്ടങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ആദ്യം മുതൽ 41 ദിവസമാകുമ്പോഴേക്ക് കടന്നു പോവുക. അപ്പോൾ ഓരോ ദിവസവും ഓരോ 5 ദിവസം കൂടുമ്പോൾ നമ്മളുടെ ഈ ഒരു ഫേസ് കടന്നു പോകും. അപ്പോൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾ എനിക്ക് ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും സെൻറ്റൻസുകളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതെനിക്ക് റെക്കോർഡ് ചെയ്ത് പേഴ്സണലി എൻ്റെ നമ്പറിലേക്ക് തന്നെ അയച്ചു തരണം. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിലേക്ക് അടക്കാം. ഐ എം ഫൈസൽ കളിയാട്ടുപറമ്പ, യുവർ ചീഫ് ട്രെയിനർ ഇൻ ഇടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1 മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ വളരെ സിമ്പിളാണ്. കുറച്ച് സെൻറ്റൻസുകൾ പറയുമ്പോഴേക്ക് തന്നെ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന കാര്യം ഉപയോഗിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ വേറെ ആളുകളെ കണ്ടുമുട്ടുമ്പോഴോ പറയാൻ വേണ്ടിയുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ടല്ല. പകരം ഒരുപാട് സെൻറ്റൻസുകൾ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ 1 മിനിറ്റ് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ സെൻറ്റൻസ് എഡയിലും നമ്മൾ പഠിച്ചിരിക്കുന്ന സെൻറ്റൻസുകളെ ഓർത്തു വെക്കാനും പരിശീലിക്കാനും വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ സെൻറ്റൻസ് എ ഡേയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകൾ ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷനെ ഒരു 5 മിനിറ്റ് നേരം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് നോക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റിയാൽ അത് പറഞ്ഞ് കഴിയുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായൊരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് പറയേണ്ടത്? ആദ്യം പറയേണ്ടത് പേരാണ് അല്ലേ. ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് മൈസെൽഫ് എന്ന് പറഞ്ഞ് തുടങ്ങാറുണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ. അത് തെറ്റാണ്. ഇംഗ്ലീഷിൽ അതെങ്ങനെ ചെയ്യാറില്ല. മൈസെൽഫ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് മേഹു എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് വരാതിരിക്കുക, മദർ ടങ് ഇൻഫ്ലുവൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയേണ്ടത് ഐ ആം ഫൈസൽ അല്ലെങ്കിൽ മൈ നെയിം ഈസ് ഫൈസൽ. ആ രീതിയിൽ നിങ്ങളുടെ പേര് പറയാണ് വേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഐ ആം ഫൈസൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയാം. നമ്മുടെ പേര് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൈസെൽഫ് എന്ന് പറഞ്ഞ് തുടങ്ങരുത്, ഐ ആം എന്ന് പറയാം, മൈ നെയിം ഈസ് എന്ന് പറയാം. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്ലേസ് ആണ്, സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഏത് നാട്ടുകാരനാണ്, ഏത് സ്ഥലത്താണ് നിങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ. പലപ്പോഴും ചിലർ തെറ്റുവരുത്തുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇത്. എന്താണെന്ന് വെച്ചാൽ ചിലർ പറയാറുണ്ട് ഐ ആം കമ്മിങ് ഫ്രം കണ്ണൂർ അല്ലെങ്കിൽ ഐ ആം കമ്മിങ് ഫ്രം ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബൈക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ കണ്ണൂർക്കാരനാണ്, കേരളക്കാരനാണ് എന്ന് പറയാൻ ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം കമ്മിങ് ഫ്രം എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നാണ്. അതായത് ഐ ആം കമ്മിങ് ഫ്രം കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കോഴിക്കോട് നിന്നാണ് വരുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെ വീട് കോഴിക്കോടാണെന്ന് എങ്ങനെ പറയാം? ഐ കം ഫ്രം കാലിക്കറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സെൻറ്റൻസ് ആണ് ഐ ആം ഫ്രം കാലിക്കറ്റ്, ഐ ആം ഫ്രം കാലിക്കറ്റ് ഓർ ഐ കം ഫ്രം കാലിക്കറ്റ്. പിന്നെ അതേപോലെ തന്നെ പ്രായം പറയുമ്പോൾ ഏജ് ആണ് അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. പിന്നെ ഐ ആം 44 അല്ലെങ്കിൽ ഐ ആം 20, ഐ ആം 50 എന്ന് പറഞ്ഞാൽ മതി. ഐ ആം 50 years old എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഐ ആം എന്ന് പറഞ്ഞിട്ട് അതിന് സെൻറ്റൻസ് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പേര് പറയാം, സ്ഥലം പറയാം, പ്രായവും പറയാം. മൈ നെയിം ഈസ് ഫൈസൽ, ഐ കം ഫ്രം കാലിക്കറ്റ്, ഐ ആം 44 എന്ന് പറഞ്ഞു. ഇനി വേറൊരു സെൻറ്റൻസ് നമുക്കാണുള്ളത് വാസ് ബോൺ. നമ്മൾ ജനിച്ച സ്ഥലത്തിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ്? നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, ജനിച്ച സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ വർഷം പറയുമ്പോൾ ചിലരൊക്കെ ഐ ആം ബോൺ എന്ന് പറഞ്ഞു പോകാറുണ്ട്. ഓക്കെ, ഹി ഈസ് ബോൺ എന്ന് പറയാറുണ്ട്. അങ്ങനെ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ പറയേണ്ടത് വാസ് ബോൺ, ഐ വാസ് ബോൺ. എന്നെക്കുറിച്ച് നമ്മളെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ പോലും ഐ വാസ് ബോൺ എന്ന് പറയാം. വേറൊരാളെ പറ്റി പറയുകയാണെങ്കിലും ഹി വാസ് ബോൺ എന്ന് പറയേണ്ടത്. അപ്പോൾ ഐ വാസ് ബോൺ ഇൻ കാലിക്കറ്റ് ഇൻ 1978. Okay, I was born.
അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ താമസ സ്ഥലം പറയുമ്പോൾ ഐ ലിവ് ഇൻ കാലിക്കറ്റ് എന്ന് പറയാം. ഓക്കെ, ഐ ആം ലിവിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഐ ആം ലിവിങ് ഇൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഐ ലിവ് ഇൻ കാലിക്കറ്റ്, ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം, ഐ ലിവ് ഇൻ എറണാകുളം എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ എത്ര വർഷമായി നമ്മൾ കുറേ കാലമായി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത്. നമ്മൾ നേരത്തെ സെൻറ്റൻസ് ഇടയിൽ പഠിച്ച ഒരു സെൻറ്റൻസ് ആണ് ഹാവ് ബീൻ ലിവിങ് അല്ലെങ്കിൽ ഹാവ് ബീൻ ഡൂയിങ്. ഹാവ് ബീൻ വെച്ചിട്ട് ഒരു വെർബ് ING ഫോം. ഇത് സൂചിപ്പിക്കുന്നത് കുറച്ച് കാലമായി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഐ ലിവ് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞു. എത്ര വർഷമായി ഇവിടെ കോഴിക്കോട് ഞാൻ താമസിക്കുന്നു എൻ്റെ വീട്ടിലെന്നറിയോ? അത് 8 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി എന്നെങ്ങനെ പറയാം? ഐ ഹവ് ബീൻ ലിവിങ് ഇൻ മൈ ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. കഴിഞ്ഞ 10 വർഷമായി ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐ ഹാവ് ബീൻ ലിവിങ്, ഐ ഹാവ് ബീൻ ഡൂയിങ്. എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ ദ ലാസ്റ്റ് 10 years എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും സെൻറ്റൻസുകൾ പഠിച്ചു. പിന്നെ നമുക്ക് വരുന്നത് ഐ ആം ലിവിങ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? ഐ ആം ലിവിങ് ഇൻ കാലിക്കറ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ താമസിക്കുന്നത്, ഇപ്പോൾ ചെയ്യുന്നത്. ഐ ആം സ്റ്റഡിയിങ് അല്ലെങ്കിൽ ഐ ആം വർക്കിംഗ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഐ ആം വർക്കിംഗ് ഇൻ ഈ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി നൗ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും സെൻറ്റൻസുകളായി. ഇനി വേറെ ഒന്ന് ചെയ്യാനുള്ളത് നമുക്ക് ഹാവ് പ്ലസ് വെർബ് 3 നമ്മൾ പഠിച്ചതാണ്. സെൻറ്റൻസ് ഇടയിൽ നമ്മൾ പഠിച്ചതാണ് ഹാവിൻ്റെ കൂടെ വെർബ് 3 ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്, നമുക്ക് ഉള്ള നേട്ടങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നെങ്ങനെ നമ്മൾ പറയാം? ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി. ഐ ഹാവ് കംപ്ലീറ്റഡ്, ഹാവിന് ശേഷം വെർബ് 3. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സ്പോർട്സിൽ എനിക്ക് ഒരുപാട് മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. ഐ ഹാവ് റിസീവ്ഡ് സോ മെനി മെഡൽസ് ഇൻ സ്പോർട്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് സെൻറ്റൻസുകളായി. അതേപോലെ പറയാൻ പറ്റുന്നത് നമുക്കിനി നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയാം, നമ്മുടെ അച്ഛൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ പറയാം. എങ്ങനെ പറയാം? ഐ ഹാവ്, എനിക്കുണ്ട് എന്നൊരു പദം കൂടി നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യാണ്. ഐ ഹാവ് എ ബൈക്ക്, ഐ ഹാവ് എ കാർ, ഐ ഹാവ് 2 brothers, ഐ ഹാവ് 2 sisters എന്നൊക്കെ പറയാൻ നമുക്ക് അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസ് കൂടി നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് I like ice cream, I like biryani, I like traveling, I like singing, I like listening to music. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതിൽ കൂടുതലായിട്ട് നമുക്ക് പറയണമെങ്കിൽ ഐ ലവ് എന്ന് പറയാം, ഐ ആം ഫോണ്ട് ഓഫ് എന്ന് പറയാം. അങ്ങനെയൊക്കെ ഒരുപാട് സെൻറ്റൻസുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച സെൻറ്റൻസുകൾ വീണ്ടും വീണ്ടും പലതരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഐ ഡോണ്ട് ലൈക്ക്, അതേപോലെ തന്നെ ഐ ഡോണ്ട് ലൈക്ക് സംതിങ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് സിഗരറ്റ്സ്, ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് അലോൺ, എനിക്ക് ഒറ്റപ്പെടുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതേപോലെ നമുക്ക് പറയാനുള്ള സംഗതികൾ മുഴുവനും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇത് സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ വരിക. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞ് കഴിയുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും നിർത്താതെ സംസാരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. Hi, I am Faisal Kalyataparamba. I am from Calicut. I am 44. I was born in Calicut. I live in Nerikuni. I have been living in my house for the last 10 years. I am an English language trainer. I am working in eTalks English Academy now. I have completed my post-graduation and I have received so many awards for professional trainings, and there are 3 members in my family. I have a son. I like traveling and being with people. I don't like spending time lazily. അപ്പോൾ ഇതേപോലെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഏകദേശം ഇത് ഒരു 30 സെക്കൻഡ് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. ഇന്ന് അടുത്ത ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് ഇടയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ വീണ്ടും ആഡ് ചെയ്യും. എന്നിട്ട് നമ്മളത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം എനിക്ക് അയച്ചു തരാം. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഒന്നാമത് ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ച സെൻറ്റൻസുകളായി കണക്ട് ചെയ്ത് സെൽഫ് ഇൻട്രൊഡക്ഷനായി പഠിച്ചു വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മറന്നു പോവില്ല. അത് പിന്നീട് വേറെ എവിടെയെങ്കിലും
ഉപയോഗിക്കേണ്ട അതേപോലെ സെൻറ്റൻസുകൾ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കണക്ട് വിത്ത് യുവർ ലൈഫ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞാൽ മാത്രം പോലെ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, അറിയുക എന്നതല്ല പ്രധാനപ്പെട്ട സംഗതി, പറയുക എന്നുള്ളതാണ്. പറഞ്ഞ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സെറ്റായതിനു ശേഷമാണ് എനിക്ക് നിങ്ങൾ ഓഡിയോ അയച്ചു തരേണ്ടത്. നിങ്ങളൊരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഒരു മിററിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ തന്നെ ചെറിയ കുട്ടികളോട് പ്രായമായവരോടൊക്കെ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നന്നായി പറഞ്ഞ് പദം വന്നതിന് ശേഷം നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ ഒന്ന് തുടക്കം മുതൽ ഈ ഒരു സമയം മുതൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. പ്രാക്ടീസ് പ്രൊനൗൺസിയേഷൻ, പ്രാക്ടീസ് സ്പീക്കിംഗ് സ്ലോലി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഒരുപാട് വേഗത്തിൽ പറഞ്ഞുകൊണ്ടല്ല, ഓരോന്ന് പറയുമ്പോൾ അത് കുറച്ചൊന്ന് സ്ലോയിൽ പറഞ്ഞ് അത് കട്ട് ഡൗൺ ചെയ്തിട്ട് സാവധാനം പറഞ്ഞ് സെറ്റായതിനു ശേഷം നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ പ്രൊനൗൺസിയേഷൻ്റെ കുറച്ച് ടെക്നിക്കുകൾ ഇവിടെ പറയാം. നമ്മൾ പറയുന്ന തെറ്റായി ഉച്ചരിക്കുന്ന ചില ലെറ്ററുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് ട് എന്ന ശബ്ദമാണ്. ട് എന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ പറയാം ട് എന്നാണ്. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാവരും ഒന്ന് ട് എന്ന് പറഞ്ഞു നോക്കിയാട്ടെ. നിങ്ങളുടെ നാവ് വളഞ്ഞിട്ട് മേലെ അണ്ണാക്കിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് തട്ടുക. ഇങ്ങനെ ആണ് മലയാളത്തിൽ നമ്മൾ ട് ഉച്ചരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് ട് പറയുമ്പോഴേക്ക് നമ്മുടെ നാവിൻ്റെ മേൽഭാഗം അണ്ണാക്കിൻ്റെ ഇവിടെ ഇങ്ങനെ തട്ടാണ് വേണ്ടത്. അതായത് ഇവിടെയാണ് തട്ടേണ്ടത്. അപ്പോൾ ട് എന്ന് ഉച്ചരിക്കേണ്ടത് ട് എന്നാണ് ഉച്ചരിക്കേണ്ടത്, ട് എന്നല്ല. അപ്പം ടെൻ എന്നല്ല, ടെൻ എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് കാറ്റ് എന്ന് പറയുന്നത് പോലെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉച്ചരിക്കേണ്ടത് ട് എന്നാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എവിടെയൊക്കെ ട് എന്ന ശബ്ദമുണ്ടോ അവിടെ ട് എന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട് അതേപോലെ വരുന്ന ഒരു സാധനമാണ് ഡു എന്ന ശബ്ദം. നമ്മൾ ഡോഗ് എന്ന് പറഞ്ഞു പോകട്ടെ, അത് അതേപോലെ തന്നെ ഡോഗ് എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ നാവ് മേലോട്ട് വളഞ്ഞ് മേലെ അണ്ണാക്കിൽ തട്ടുന്നത് കാണാം. ഓക്കെ, മേലെ അണ്ണാക്കിൽ തട്ടാതെ ഇതേപോലെ വളയ്ക്കാതെ പറയുമ്പോഴാണ് ഡു എന്ന ശബ്ദം വരുന്നത്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലെ ഡു എന്ന ശബ്ദം ഇതാണ്. അപ്പോൾ ഡാൻസ് എന്നാണ്, ഡാൻസ് എന്നല്ല. ഓക്കെ, അപ്പോൾ ഡ്രൈവ് എന്നാണ്, ഡ്രൈവ് അല്ല ഡ്രൈവ് എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഉള്ള വേറൊരു ശബ്ദമാണ് ഡബ്ല്യു കണ്ടുവച്ചിരിക്കുന്ന ഏത് വാക്കും വ് എന്ന ശബ്ദമാണ്. വ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുണ്ടിങ്ങനെ റൗണ്ട് ഷേപ്പിലായിരിക്കണം. വാട്ട്, വെൻ, വൈ, വെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉച്ചരിക്കേണ്ടത് ചുണ്ട് റൗണ്ട് ഷേപ്പിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഡബ്ല്യു എന്ന ശബ്ദം, അത് വ് എന്നാണ് പറയുക, അത് ഉച്ചരിക്കേണ്ടത്. വാട്ടർ, വിൻഡ് എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ ഡബ്ല്യു വരുന്ന ഏതൊക്കെ വാക്കുകൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിലുണ്ടോ അതൊക്കെ നിങ്ങൾ ഈ സ്റ്റൈലിൽ കുറച്ചൊന്ന് നന്നാക്കി പറഞ്ഞാൽ നല്ല രസമുണ്ടാകും കേൾക്കാൻ. അതേപോലെ തന്നെയുള്ളതാണ് വ് എന്ന ശബ്ദം. നമ്മൾ പലപ്പോഴും വ് എന്ന ശബ്ദത്തെ എന്ന് മലയാളത്തിലെ വ് എന്ന ശബ്ദമായിട്ട് ഉച്ചരിച്ചു പോകാറുണ്ട്. ശരിക്കും വ് എന്ന് പറയുമ്പോൾ ഒരു ഫിനോട് അടുത്തൊരു ശബ്ദമാണ് വിനുണ്ടാവുക. ഉദാഹരണത്തിന് വാൻ, അഡ്വാൻസ്ഡ് എന്നാണ് പറയേണ്ടത്, അഡ്വാൻസ് അല്ല അഡ്വാൻസ്ഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ വ് എന്ന ശബ്ദം, വ് എന്ന ശബ്ദം, ഡ് എന്ന ശബ്ദം, ട് എന്ന ശബ്ദം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊക്കെ പഠിച്ചതാണ്, പക്ഷെ പറയാൻ പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ മടിയുള്ളൊരു സംഗീതം റ് എന്ന ശബ്ദം. റ് എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്ന് പടക്കാതിരിക്കുക, നാവ് പടക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമതൊരു കാര്യം, വവൽ സൗണ്ടിൻ്റെ ശേഷമാണ് ഈ റ് വരുന്നത്. ഉദാഹരണത്തിന് കാർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനക്കേടാണ്. ഇറ്റ്സ് എ കാ എന്ന് തന്നെ പറഞ്ഞാൽ മതി, വേറെ ഒരു വ്യത്യാസമില്ല. റ് പ്രൊനൗൺസ് ചെയ്യരുത്. പ്രൊനൗൺസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ന് പറയാതെ എന്ന് പറയാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. എഴുതി പ്രിപ്പയർ ചെയ്താലും കുഴപ്പമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യമാണ്. ഇതാണ് നമ്മുടെ phase 1. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഓഡിയോ ഒന്ന് അയച്ചു തരാം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ. പോലെ